PSC ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കേരള PSCയുടെ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 2024 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകത്തിലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് നമ്മൾ ദിവസവും രാവിലെ 5 മണിക്ക് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അതുവഴി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമ്മൾ 2024 ജനുവരിയുടെ ബാക്കിയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് സമയമില്ല, അടുത്ത പോയിന്റിലേക്ക് കടക്കാം. ICC മെൻസ് വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ 2023 തിരഞ്ഞെടുക്കപ്പെട്ടത് വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലി എന്താണ് ICC മെൻസ് വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ 2023 ICCയുടെ ആണ്. ICC മെൻസ് വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ 2023 തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലി. ICC വുമൺസ് വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ 2023 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ചമരി അത്തപ്പത്തു ആണ്. ചമരി അത്തപ്പത്തു ആണ്. അപ്പോൾ ICC വുമൻസ് വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ 2023 ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ചമരി അത്തപ്പത്തു ആണ്. മെൻസ് ആണെങ്കിൽ അത് വിരാട് കോഹ്ലിയും വുമൻസ് ആണെങ്കിൽ അത് ചമരി അത്തപ്പത്തുവുമാണ്. ICC മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ 2023 തിരഞ്ഞെടുക്കപ്പെട്ടത് ഉസ്മാൻ ഖവാജയാണ്. ഉസ്മാൻ ഖ്വാജ എന്നാണ് മലയാളത്തിൽ ഖവാജ എന്ന് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഉസ്മാൻ ഖ്വാജ. ICC സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് അവാർഡ് 2023 തിരഞ്ഞെടുക്കപ്പെട്ടത് സിംബാബ്വെ പുരുഷ ക്രിക്കറ്റ് ടീമാണ്. നമുക്കറിയാം, ഈ സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഹാർട്ട് നട്ടാണ് അല്ലേ, പഠിക്കാൻ വലിയ പ്രയാസമേറിയ സംഗതികളാണ്. പക്ഷെ അവിടെ ഇതിന് ഷോർട്ട് കട്ട് ഒന്നുമില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ പരീക്ഷ എഴുതുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സ്പോർട്സ് പേജ് പത്രത്തിൻ്റെ വായിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു 10-20 ദിവസം തുടർച്ചയായിട്ട് സ്പോർട്സ് പേജ് വായിച്ചു കഴിയുമ്പോൾ സ്പോർട്സുമായിട്ടൊരു പരിചയം വരും. പിന്നെ ഓരോ സ്പോർട്സ് താരങ്ങൾ ഏതൊക്കെ കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാകും. സ്പോർട്സ് മന്ത്രി ആരെന്ന് മനസ്സിലാവും. അങ്ങനെ ഇത് പഠിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അല്ലാതെ പെട്ടെന്നൊന്നും കയറിയിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടൊന്നും ഇതൊന്നും പഠിച്ച തലയിലിരിക്കത്തില്ല. അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം ഇത് പറയുന്നത്. അപ്പോൾ അടുത്തൊരു പോയിന്റ് നോക്കാം. ഒരു കച്ചേരിയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പാടിയതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ മലയാളിയാണ് സുജേത സതീഷ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇതൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമേറിയ സംഗതിയാണ്. പക്ഷെ നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കി, ഇതൊരു ഇൻഫർമേഷനാണ് ഇതൊരു ഇൻഫർമേഷനാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ എന്താണ്? ഒരു കച്ചേരിയിൽ നിങ്ങൾ നോക്കുക, ഒരു കച്ചേരിയിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ, നിങ്ങൾ സിമ്പിളായിട്ട് കേൾക്കുക, ഒരു കച്ചേരി അതിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പാടിയതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയൊരു മലയാളിയുണ്ട്. അവരുടെ പേരാണ് സുജേത സതീഷ് എന്ന് പറയുന്നത്. എന്താണ്? സുജേത സതീഷ് എന്ന് പറയുന്നത്. സുജേത സതീഷ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഒരു ഇൻഫർമേഷനാണത്. സുജേത സതീഷ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു കച്ചേരിയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പാടിയതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ മലയാളിയാണ്. അപ്പോൾ ഇത് നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോഴേ ഞാൻ പറഞ്ഞു, നമുക്ക് ചുറ്റുവട്ടം നടക്കുന്ന സംഭവങ്ങളാണ്. ഇത് പഠിക്കുകയല്ല, നമ്മൾ അറിയുകയാണ് ശരിക്കും വേണ്ടത്. 2024 കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി അസർബൈജാനാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പഠിക്കാനിരിക്കുമ്പോൾ ഒരു നോട്ട് കൂടെ കയ്യിൽ കരുതുക. നിങ്ങൾ ഇത് കുറിച്ചിട്ടോ, ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഈ കാലാവസ്ഥാ ഉച്ചകോടി ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. 2024 കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി അസർബൈജാനാണ്. 2024 ഈ വർഷത്തെ കാലാവസ്ഥാ ഉച്ചകോടി അസർബൈജാനാണ്. പിന്നെ നിങ്ങളൊരു കാര്യം കൃത്യമായി അറിഞ്ഞിരിക്കുക, ഈ വർഷം നടക്കാൻ പോകുന്ന പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ കൂടുതൽ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ പരീക്ഷ നടക്കുന്നതിന് 3 മാസം അല്ലെങ്കിൽ 4 മാസം മുമ്പുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. കാരണം വെച്ചാൽ പണ്ടത്തെ പോലെ അല്ല, ഇത് ഡിജിറ്റൽ യുഗമാണ്. ഇപ്പോൾ ഒരു പരീക്ഷ നടക്കുന്നതിന് 2 മാസം മുമ്പ് പരീക്ഷ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാൻ അത്രയധികം താമസമൊന്നും വരുന്നില്ല, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ എളുപ്പമെന്നാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി അങ്ങ് പോകത്തില്ല. നമുക്ക് പരീക്ഷ നടക്കുന്നത് ഇപ്പോൾ ഈ മാസമാണെങ്കിൽ അതിന് ശരിക്കും പറഞ്ഞാൽ ഈ മാസം ഇന്നത്തെ ദിവസം വരെയുള്ള നോക്കണമെന്നാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഇപ്പോൾ UN-ന്റെ അംഗസംഖ്യ 193. അപ്പോൾ ഇന്ന് രാവിലെ പരീക്ഷ നടക്കുകയാണ്, ഇന്ന് ഉച്ചയ്ക്ക് പരീക്ഷ നടക്കുകയാണ്, രാവിലെ ഒരു അംഗം പോയി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളത് അപ്ഡേഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതെന്ത് ചെയ്യണമെന്ന് നമുക്കിപ്പോൾ യുക്തിപൂർവ്വം ആലോചിച്ച് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ ഒരു പൊസിഷൻ മാറുന്നു. ചിലപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പുതിയ ആളാകാം, പറയാൻ പറ്റത്തില്ല. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എപ്പോഴും നമ്മൾ വായിച്ചു തന്നെ ഇരിക്കണം. എങ്കിലും പഠിക്കേണ്ടത്, കൃത്യമായിട്ടൊന്ന് പഠിക്കേണ്ടത്, ഒരു 3 മാസം മുമ്പ് വരെയുള്ളതൊക്കെ എന്തായാലും ചോദിക്കും. കാരണം വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ വർഷം 2023 മാർച്ചിൽ നടന്ന പരീക്ഷയിൽ ഡിസംബറിലെയും ജനുവരിയിലേക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുക. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് അത് നോക്കി വെക്കുക. എന്തായാലും ഇനി നടക്കാൻ പോകുന്ന പരീക്ഷയിൽ ഈ 2024 ശേഷമുള്ളതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മറ്റത് കൊടുക്കണമെന്നല്ല, ഇത് ആദ്യം പഠിച്ചു മാറ്റുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ ജനുവരി എടുത്തതും. ഇനി നമ്മൾ ബാക്കിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നെങ്കിൽ ഞാൻ ഡിസംബറിൽ, ഇപ്പോൾ ജനുവരി കഴിഞ്ഞാൽ 2021 ഡിസംബർ, നവംബർ അങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല നിങ്ങൾക്ക് 2022 ജനുവരി തൊട്ട് 2023 ജനുവരി തൊട്ട് ഫെബ്രുവരി അങ്ങനെയാണ് വേണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മൾട്ടിനാഷണൽ നാവികാഭ്യാസം മിലൻ 2024 വേദി എന്ന് പറയുന്നത് വിശാഖപട്ടണമാണ്. മൾട്ടിനാഷണൽ നാവികാഭ്യാസം അല്ലെ മിലൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ 2024 വേദി വിശാഖപട്ടണം. 2024 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 80ആണ്. നോട്ട് ചെയ്ത് വെച്ചോളുക, ഇന്ത്യയുടെ സ്ഥാനം 80. 2024 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 80ആണ്. 1,00,000 മുകളിൽ ജനസംഖ്യയുള്ള ഏറ്റവും വൃത്തിയുള്ള നഗരമായി സ്വച്ഛ് സർവേക്ഷൺ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡോറാണ്. ഇത് ഇൻഡോറും സൂറത്തും. ഇൻഡോർ മധ്യപ്രദേശിലും സൂറത്ത് ഗുജറാത്തിലുമാണ്. 1,00,000 മുകളിൽ ജനസംഖ്യയുള്ള ഏറ്റവും വൃത്തിയുള്ള നഗരമായി സ്വച്ഛ് സർവേക്ഷൺ അവാർഡിന് തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ, വെറുതെ വായിച്ചിടുകയില്ല, അതൊന്ന് ശ്രദ്ധിച്ച് എന്താ പറയുന്നതെന്ന്. 1,00,000 മുകളിൽ ജനസംഖ്യയുള്ള ഏറ്റവും വൃത്തിയുള്ള നഗരമായി സ്വച്ഛ് സർവേക്ഷൺ അവാർഡിന്, ആ അവാർഡിൻ്റെ പേരാണ് സ്വച്ഛ് സർവേക്ഷൺ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡോർ, മധ്യപ്രദേശിലെ ഇൻഡോറും ഗുജറാത്തിലെ സൂറത്തുമാണ്. 1,00,000 താഴെ ജനസംഖ്യയുള്ളവയിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം സസ്വാദാണ്. സസ്വാദ് അല്ലേ? അപ്പോൾ ഇതൊക്കെ സസ്വാദ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് അല്ലേ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ് സസ്വാദ്. അപ്പോൾ സസ്വാദ് അതും അറിഞ്ഞിരിക്കണം. 1,00,000 താഴെ ജനസംഖ്യയുള്ളവയിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം സസ്വാദ്. ഏറ്റവും സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ് അല്ലെ? നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇപ്പം നമ്മുടെ സ്വച്ഛ് സർവേക്ഷൺ അവാർഡിന് അല്ലെ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഏതാ? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര പുൽമേടുകളെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ നിലവിൽ വരുന്ന കൺസർവേഷൻ റിസർവാണ് അറ്റ്പാടി കൺസർവേഷൻ റിസർവ്. പുൽമേടുകളെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി എവിടെയാണ്, ഏത് സംസ്ഥാനത്തിലാണ്? മഹാരാഷ്ട്രയിൽ നിലവിൽ വരുന്ന കൺസർവേഷൻ റിസർവാണ് അറ്റ്പാടി കൺസർവേഷൻ റിസർവ്. DRDO 2024 ജനുവരിയിൽ വിജയകരമായി പരീക്ഷിച്ച അത്യാധുനിക മിസൈലാണ്. ഇത് പേര് എന്ത് തരം എക്യുപ്മെൻ്റ് ആണെന്ന് ചോദിക്കും. മിസൈലാണ് ആകാശ് NG. ആകാശ് എന്ന് പറയുന്നത് മിസൈൽ കേട്ടോ. ആകാശ് മിസൈൽ, ഇങ്ങനെ പല സംവിധാനങ്ങളുണ്ട് അല്ലേ? മിസൈലുണ്ട്, അന്തർവാഹിനികളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താണെന്ന്, അതേപോലെ ഇപ്പോൾ PSLV GSLV എന്നൊക്കെ പറയുന്നത് വിക്ഷേപണ വാഹനങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. പിനാക്ക എന്ന് പറയുന്ന റോക്കറ്റാണ് അല്ലെ, മിസൈൽ അല്ലെ? അപ്പോൾ നമ്മൾ ഏത് വിഭാഗത്തിലാണെന്നും അറിഞ്ഞിരിക്കണം. DRDO 2024 ജനുവരിയിൽ വിജയകരമായി പരീക്ഷിച്ച അത്യാധുനിക മിസൈലാണ് ആകാശ് NG എന്ന് പറയുന്നത്. ആകാശ് NG. ഭൂട്ടാന്റെ പ്രധാനമന്ത്രിയായി 2024 ജനുവരിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെറിംഗ് തോബ്ഗെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലേ? ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അല്ലെ? അതേപോലെ മുഹമ്മദ് മൊയ്സു അല്ലെ? അദ്ദേഹം മാലദ്വീപിൻ്റെ പ്രസിഡന്റ്. അതേപോലെ ഇപ്പോൾ ഷെറിംഗ് തോബ്ഗെ ഭൂട്ടാന്റെ പ്രധാനമന്ത്രിയാണ്. 2024 ജനുവരിയിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. സൈനിക സിവിലിയൻ വിമാനങ്ങൾക്കായി ലക്ഷദ്വീപിലെ ഏത് ദ്വീപിലാണ് വിമാനത്താവളം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്? അത് മിനിക്കോയ് ദ്വീപിലാണ് അല്ലെ? ഒന്ന് ഓർത്തിരിക്കുന്നത് ആനുകാലിക സംഭവമാണ്, കറണ്ട് അഫയേഴ്സ് ആണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. സൈനിക സിവിലിയൻ വിമാനങ്ങൾക്കായി ലക്ഷദ്വീപിലെ ഏത് ദ്വീപിലാണ് വിമാനത്താവളം സ്ഥാപിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്? മിനിക്കോയ് ദ്വീപിലാണ് കേട്ടോ. മിനിക്കോയ് ദ്വീപിൽ ഒരു വിമാനത്താവളം വരാൻ പോവുകയാണ്. എന്തിനാണ്? സൈനിക സിവിലിയൻ വിമാന ആവശ്യങ്ങൾക്കായിട്ടാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു പോയിന്റാണ് റംസാർ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ? റംസാർ കൺവെൻഷന് കീഴിലുള്ള വെറ്റ്ലാൻഡ് സിറ്റി അക്രഡിറ്റേഷൻ ലഭിക്കാൻ ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നഗരങ്ങളാണ് ഇൻഡോർ, ഭോപ്പാൽ, ഉദയ്പൂർ. റംസാർ കൺവെൻഷന് കീഴിലുള്ള വെറ്റ്ലാൻഡ് സിറ്റി അക്രഡിറ്റേഷൻ ലഭിക്കാൻ ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നഗരങ്ങളാണ് ഇൻഡോർ, ഭോപ്പാൽ, ഉദയ്പൂർ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ 100 വിജയങ്ങളുടെ ഭാഗമായ പുരുഷതാരമാണ് രോഹിത് ശർമ്മ. അന്താരാഷ്ട്ര 2020 ആണ്. അന്താരാഷ്ട്ര 3 ഫോർമാറ്റ് ഉണ്ടെന്നറിയാമല്ലോ. വൺ ഡേ ഉണ്ട്, ഏകദിന ക്രിക്കറ്റ് ഉണ്ട്, 2020 ഉണ്ട്, ടെസ്റ്റ് ഉണ്ട്. ഇങ്ങനെ 3 ഫോർമാറ്റിലാണ് ക്രിക്കറ്റ് കളി. അപ്പോൾ ഇതിൽ 2020യുടെ കാര്യമാണ്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ 100 വിജയങ്ങളുടെ ഭാഗമായ പുരുഷ താരമാണ് രോഹിത് ശർമ്മ. നാസയുടെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് സൗരയൂഥത്തിന് പുറത്ത് കണ്ടെത്തിയ പുതിയ ഗ്രഹമാണ് LHS 475b അല്ലെ? LHS 475b അല്ലെ? 475b.
അപ്പോൾ നാസയുടെ ജെയിംസ് വെബ് ടെലസ്കോപ്പ് സൗരയൂഥത്തിന് പുറത്ത് കണ്ടെത്തിയ പുതിയ ഗ്രഹമാണ് LHS 475b. തെലങ്കാനയുടെ ചീഫ് സെക്രട്ടറിയായ ആദ്യ വനിതയാണ് ശാന്തികുമാരി. തെലങ്കാനയുടെ ചീഫ് സെക്രട്ടറി ആരാണ്? ഇപ്പോഴത്തെ വനിത ശാന്തികുമാരി. തെലങ്കാനയുടെ ചീഫ് സെക്രട്ടറി ആദ്യ വനിതയാണ് ശാന്തികുമാരി. ഇന്ത്യയിലെ ആദ്യ 5G ഡ്രോൺ ഏതാണ്? സ്കൈ ഹോക്ക്. 5G ഡ്രോൺ ആണ് സ്കൈ ഹോക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ 5G ഡ്രോൺ ആണ് സ്കൈ ഹോക്ക്. രാജ്യത്തിന് പുറത്ത് നടക്കുന്ന വ്യോമാക്രമണ ഗെയിമുകളുടെ ഭാഗമാകുന്ന ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റാണ് ആവണി ചതുർവേദി. ഇതൊക്കെ നമ്മൾ കുറേ നാളായിട്ട് അല്ലെ ആവണി ചതുർവേദി പേര് നമ്മൾ കേൾക്കുന്നതാണല്ലേ. അവർ ഒത്തിരി എന്താണ് അവരുടെ ലൈഫൊക്കെ അല്ലെ ഒരു സ്ത്രീ ഉയർന്ന പദവിയിലേക്കൊക്കെ വരുന്നത് വളരെ സന്തോഷം അറിയിക്കുന്ന കാര്യമാണ് അല്ലേ. ആവണി ചതുർവേദി നമ്മൾ മിക്കവാറും PSC പഠിക്കുന്നവർ കുറേ നാളായിട്ട് കേൾക്കുന്ന പേരാണ് ആവണി ചതുർവേദി. രാജ്യത്തിന് പുറത്ത് നടക്കുന്ന വ്യോമാക്രമണ ഗെയിമുകളുടെ ഭാഗമാകുന്ന ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റാണ് ആവണി ചതുർവേദി. പ്രഥമ അണ്ടർ-19 വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഷെഫാലി വർമ്മയാണ് അല്ലെ. പ്രഥമ എന്നാണ് ആദ്യത്തെ അണ്ടർ-19 വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പാണ്. പ്രഥമ അണ്ടർ-19 വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഷെഫാലി വർമ്മയാണ്. ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകുന്നതിനായി കേരള ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രാപ്യം പദ്ധതി. ഈ ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകുന്നതിനായി കേരള ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രാപ്യം പദ്ധതി. വെറൈറ്റി ഐഡിയാസ് അല്ലല്ലോ എന്ന് നമ്മൾ തന്നെ കൊണ്ടുവരുന്നത് അല്ലേ. ഇതൊരു വെറൈറ്റി ഐഡിയ ആണ്. കാരണം എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തന ആംഗ്യഭാഷയിലൂടെ നമുക്കതൊരു നല്ല ഒരു ഐഡിയ ആണ്. പ്രാപ്യം എന്നാണ് ഐഡിയയുടെ പേരിൽ. ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രാപ്യം എന്ന പദ്ധതി എന്ന് കേൾക്കുമ്പോൾ ഇനി ഇത് മനസ്സിലേക്ക് ഓർമ്മ വരണം. അപ്പോൾ ഇതൊരു ഇൻഫർമേഷനാണ്, ആക്ച്വലി പഠിക്കേണ്ടതല്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. തായ്വാന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ലൈ ചിങ് തേ. തായ്വാന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ലൈ ചിങ് തേ. ഗ്രാവിറ്റി 1 എന്ന റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ചൈനയാണ്. ഗ്രാവിറ്റി 1 എന്ന റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ചൈനയാണ്. 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സാറാ ജോസഫ്. ഒത്തിരി പുരസ്കാരങ്ങൾ പഠിച്ച് നമ്മൾ കുഴഞ്ഞിരിക്കുന്ന സമയത്താണ് ഫെഡറൽ ബാങ്കും സാഹിത്യ പുരസ്കാരങ്ങൾ കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെ ഓരോ ബാങ്കും കൊടുക്കാൻ തുടങ്ങിയാൽ അതിനു മുന്നേ എത്രയും പെട്ടെന്ന് ജോലി മേടിച്ച് പോകാൻ നോക്കുക അല്ലേ. ഇനി അതും കൂടി പഠിക്കേണ്ടി വരും അല്ലേ. ഇപ്പം തന്നെ നമുക്കറിയത്തില്ല ഏതൊക്കെ അവാർഡ് കൊടുക്കുക അല്ല ചോദിക്കും എന്നുള്ളത്. അപ്പോൾ ഇതും കൂടെ നമ്മൾ പഠിക്കുക. 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സാറാ ജോസഫ്. ഡെൻമാർക്കിലെ രാജാവായി ചുമതലയേറ്റത് ആരാണെന്നാണ്. ഡെൻമാർക്കിലെ രാജാവായി ചുമതലയേറ്റത് ഫ്രെഡറിക് പത്താമനാണ്. പല്ല് തെറിച്ചു പോകാതെ നോക്കണം. ഫ്രെഡറിക് പത്താമൻ ഡെൻമാർക്കിലെ രാജാവായി ചുമതലയേറ്റത് ഫ്രെഡറിക് പത്താമനാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൺ സ്ഥാനമൊഴിഞ്ഞ നടൻ പങ്കജ് ത്രിപാഠി. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൺ സ്ഥാനമൊഴിഞ്ഞ നടൻ പങ്കജ് ത്രിപാഠി. കേരളത്തിൽ ടോവിനോ തോമസ് ആയിരുന്നല്ലോ. അപ്പോൾ ഒരു ന്യൂസിൽ കണ്ടില്ലായിരുന്നോ, ഒരു ന്യൂസൊക്കെ വന്ന് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ഥാനാർത്ഥി പിക്ചർ വെച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൺ സ്ഥാനമൊഴിഞ്ഞത് നടൻ പങ്കജ് ത്രിപാഠിയാണ്. ഇത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയാണ്. അപ്പോൾ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും പരീക്ഷ നമ്മൾ നടത്താറുണ്ട്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. തുടർന്ന് ഇഷ്ടംപോലെ വ്യത്യസ്തമായ വീഡിയോസൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. അടുത്തത് AFC ഏഷ്യ കപ്പ് ഫുട്ബോൾ നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറിയാണ് യോഷിമി യമഷിത. അടിപൊളി പേരല്ലേ, യോഷിമി യമഷിത. AFC ഏഷ്യ കപ്പ് ഫുട്ബോൾ നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി യോഷിമി യമഷിത. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ശാസ്ത്രീയ സംഗീതജ്ഞ പ്രഭ ആത്രേ. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ശാസ്ത്രീയ സംഗീതജ്ഞ പ്രഭ ആത്രേ. 2024 ജനുവരിയിൽ അന്തരിച്ച സംസ്ഥാനത്തെ മുൻ മന്ത്രി TH മുസ്തഫ. 2024 ജനുവരിയിൽ അന്തരിച്ച സംസ്ഥാനത്തെ മുൻ മന്ത്രിയാണ് TH മുസ്തഫ. ഫിഫ ഫുട്ബോൾ അവാർഡ് 2023 മികച്ച വനിതാ ഫുട്ബോൾ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഐതാന ബോൺമാറ്റിയാണ്. ലയണൽ മെസ്സിയാണ് മികച്ച
പുരുഷതാരം അല്ലെ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കറണ്ട് അഫയേഴ്സ് നമ്മൾ PSC ബുള്ളറ്റിനിൽ കവർ ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടൊന്ന് റിഫ്രഷ് ചെയ്താൽ മതിയാവും അല്ലെ. ഫിഫ ഫുട്ബോൾ അവാർഡാണ്. ഫിഫ ഫുട്ബോൾ അവാർഡ് 2023 മികച്ച വനിതാ ഫുട്ബോൾ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഐറ്റാന ബോൺമാറ്റിയും പിന്നെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സിയുമാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വനം കണ്ടെത്തിയത് എവിടെയാണ്? അത് USA ഞാൻ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് സ്പീഡ് കൂടുതലാണെങ്കിൽ നിങ്ങൾ പറയണം, അത് കുറയ്ക്കാം, കമൻറ്റ് ചെയ്യണം. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വനം കണ്ടെത്തിയത് എവിടെയാണ്? USA 2024 ജനുവരിയിൽ ഏത് പ്രശസ്ത മലയാള കവിയുടെ 100ാം ചരമവാർഷികമാണ് ആചരിച്ചത്? അത് കുമാരനാശാൻ്റെയാണ്. കുമാരനാശാൻ. 2024 ജനുവരിയിൽ ഏത് പ്രശസ്ത മലയാള കവിയുടെ 100ാം ചരമവാർഷികമാണ് ആചരിച്ചത്? കുമാരനാശാൻ അല്ലെ. പല്ലനയാറ്റിലെ റെഡീമർ ബോട്ട് ദുരന്തം അല്ലെ, അത് 1924 അടുത്തത് ജമ്മു കാശ്മീരിലെ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സർവശക്തി അല്ലെ. ജമ്മു കാശ്മീരിലെ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സർവശക്തി. മലേഷ്യ ഓപ്പൺ ബാഡ്മിൻ്റൺ ഫൈനലിലെത്തിയ ഇന്ത്യൻ സഖ്യമാണ് സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി. സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി എന്നാണ് മുഴുവൻ പേര്, പിന്നെ ചിരാഗ് ഷെട്ടിയും അല്ലെ. ആരൊക്കെയാണ്? മലേഷ്യ ഓപ്പൺ ബാഡ്മിൻ്റൺ ഫൈനലിലെത്തിയ ഇന്ത്യൻ സഖ്യമാണ് സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി, ചിരാഗ് ഷെട്ടി. ഗാന്ധി എ ലൈഫ് ഇൻ 3 ക്യാമ്പയിൻസ് എന്ന ബുക്ക് എഴുതിയത് MJ അക്ബറാണ്. ഇപ്പം എന്താണ് ഗാന്ധി എ ലൈഫ് ഇൻ 3 ക്യാമ്പയിൻസ്? ഗാന്ധി എ ലൈഫ് ഇൻ 3 ക്യാമ്പയിൻസ് എന്ന ബുക്ക് എഴുതിയത് ആരാണ്? MJ അക്ബറാണ്. ഗാന്ധി എ ലൈഫ് ഇൻ 3 ക്യാമ്പയിൻസ് എന്ന ബുക്ക് എഴുതിയത് MJ അക്ബറാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണെന്ന്? അത് NH 66 മുംബൈയിലാണ് അല്ലെ. മുംബൈ ടു ഗോവ. അപ്പം എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? NH 66 മുംബൈ ടു ഗോവ. ഇന്ത്യ തായ്ലൻഡ് നാവികസേനകളുടെ ആദ്യത്തെ ഉഭയകക്ഷി അഭ്യാസമാണ് അയുത്തയ. ഇന്ത്യ തായ്ലാൻഡ് നാവികസേനകളുടെ ആദ്യത്തെ ഉഭയകക്ഷി അഭ്യാസമാണ് അയുത്തയ. അടുത്തത് 2024 കരസേനാ ദിന പരേഡിന്റെ വേദി ലക്നൗ ആയിരുന്നു. ഇത് നോട്ട് ചെയ്തോളണേ. 2024 കരസേനാ ദിന പരേഡിന്റെ വേദി ലക്നൗ ആയിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ബോയിങ് വിതരണ കേന്ദ്രം തുറന്ന സ്ഥലം എന്ന് പറയുന്നത് ഖുർജയാണ്, ഉത്തർപ്രദേശിലെ ഖുർജ. ഇന്ത്യയിൽ ആദ്യമായി ബോയിങ് വിതരണ കേന്ദ്രം തുറന്ന സ്ഥലം ഖുർജ. പ്രഥമ ബീച്ച് ഗെയിംസ് 2024 ജേതാക്കളായത് മധ്യപ്രദേശാണ്. പ്രഥമ ബീച്ച് ഗെയിംസ് 2024 ജേതാക്കളായത് മധ്യപ്രദേശ്. 9ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ പ്രമാണവാക്യം എന്ന് പറയുന്നത് ഡ്രീം ഓഫ് വിന്റർ, ലവ് എമംഗ് ഏഷ്യ. ഡ്രീം ഓഫ് വിന്റർ അല്ലെങ്കിൽ ലവ് എമംഗ് ഏഷ്യ അല്ലെ. 9ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ പ്രമാണവാക്യം. സൗദി ടെന്നീസ് ഫെഡറേഷൻ അംബാസഡറായി നിയമിതനായത് റാഫേൽ നദാൽ. സൗദി ടെന്നീസ് ഫെഡറേഷൻ അംബാസഡറായി നിയമിതനായത് റാഫേൽ നദാൽ. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാളം എഴുത്തുകാരിയാണ് KB ശ്രീദേവി. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാളം എഴുത്തുകാരിയാണ് KB ശ്രീദേവി. 2020 ക്രിക്കറ്റിൽ 1000 റൺസ് തികയ്ക്കുകയും 100 വിക്കറ്റുകൾ നേടുകയും ചെയ്ത ഇന്ത്യൻ വനിതാ താരമാണ് ദീപ്തി ശർമ്മ. നിങ്ങൾക്കറിയാമല്ലോ, വനിതകളെ കുറിച്ചിട്ടൊക്കെ ഇപ്പോൾ അടുത്തിടെ ചോദിക്കുന്നുണ്ട്, വനിതാ ക്രിക്കറ്റർമാരെ കുറിച്ചിട്ടൊക്കെ. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു ചോദ്യമാണ്, ചോദിക്കാൻ സാധ്യതയാണ്. ദീപ്തി ശർമ്മ ഒന്ന് നോട്ട് ചെയ്തോണം. നല്ലൊരു റെക്കോർഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 2020 ക്രിക്കറ്റിലാണ്, 2020 ഫോർമാറ്റിൽ അല്ലേ. 2020 ക്രിക്കറ്റിൽ 1000 റൺസ് അടിക്കുകയും ചെയ്തു, പിന്നെ 100 വിക്കറ്റും അല്ലെ നേടുകയും ചെയ്ത ഇന്ത്യൻ വനിതാ താരമാണ്. 2020 ക്രിക്കറ്റിൽ 1000 റൺസും 100 വിക്കറ്റും നേടിയ ഇന്ത്യൻ വനിതാ താരമാണ് ദീപ്തി ശർമ്മ. 2024 ജനുവരിയിൽ അന്തരിച്ച സംഗീത സംവിധായകൻ KJ ജോയി ആണ്. 2024 ജനുവരിയിൽ അന്തരിച്ച സംഗീത സംവിധായകൻ KJ ജോയി ആണ് സംഗീത സംവിധായകൻ. അടുത്തൊരു പോയിന്റാണ്, വൈദ്യുതി ഇല്ലാതെ ജലം ശുദ്ധീകരിക്കാൻ നാനോ പൗഡർ വികസിപ്പിച്ച സർവകലാശാലയാണ് കേരള സർവകലാശാല. ഏതാണ്? കേരള സർവകലാശാലയാണ്. വൈദ്യുതി ഇല്ലാതെ ജലം ശുദ്ധീകരിക്കാൻ കഴിയുന്ന നാനോ പൗഡർ അല്ലെ, അത് നല്ല ഐഡിയ ആണല്ലേ. വൈദ്യുതി ഇല്ലാതെ ജലം ശുദ്ധീകരിക്കാൻ കഴിയുന്ന നാനോ പൗഡർ വികസിപ്പിച്ച സർവകലാശാല കേരള സർവകലാശാലയാണ്. ചാമ്പ്യൻ പ്രൈം വോളിബോൾ ലീഗിന്റെ
ബ്രാൻഡ് അംബാസഡർ ഋത്തിക് റോഷൻ ആണ്, അല്ലെ? ഋത്തിക് റോഷൻ. ചാമ്പ്യൻ പ്രൈം വോളിബോൾ ലീഗിന്റെ ബ്രാൻഡ് അംബാസഡർ ഋത്തിക് റോഷൻ. ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2023 വേദി അത് ഫരീദാബാദ് ആണ്. 2023 ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി ഫരീദാബാദ് ആയിരുന്നു. ഫരീദാബാദ്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി പോയിന്റുകളുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.